ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2024 നടന്ന SSC എക്സാമിനേഷൻ്റെ എക്കണോമിക്സ് ക്വസ്റ്റൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വഴി ഏത് ഡയമെൻഷനിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്നും ഏത് രീതിയിലാണ് നമ്മൾ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ക്വസ്റ്റൻസ് നോക്കാം. ഒന്ന്, ഇൻ വിച്ച് ഫോം ഓഫ് എക്സ്ചേഞ്ച് ആർ ഗുഡ്സ് യൂസ്ഡ് ആസ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്? ഗുഡ്സ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം, ബാർട്ടർ എക്സ്ചേഞ്ച് സിസ്റ്റം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദി കൺസെപ്റ്റ്സ് ഇൻ കോളം എ വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ഇൻ കോളം ബി. ഓക്കെ, ഒന്ന് കോളം എ, ദാറ്റ് ഈസ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, then net national product, then personal income, then disposable personal income. Personal income എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, personal income is the income received by the individuals for a particular period, for a production process ആണ് അറിയുന്നത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ C1 ആണ് കറക്റ്റ് ആയിട്ട് ഒറ്റ നോട്ടത്തിൽ അറിയാം. ദെൻ ഡിസ്പോസിബിൾ പേഴ്സണൽ നമുക്കറിയാം, ദാറ്റ് ഈസ് പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ് ഈസ് നോൺ ആസ് ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം. സോ ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം മീൻസ് ദാറ്റ് ഈസ് പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ടാക്സ് ഓഫ് പേഴ്സണൽ ഇൻകം. സോ C1 വരണം, D2 വരണം. C1 D2 വന്നിരിക്കുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി. അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ദി നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ദ നെറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സർവീസസ് ഡ്യൂറിംഗ് ദ ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following options is the most appropriate cause for unemployment in India? Overpopulation, environment conditions, high educational systems, lack of labor force. ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഓവർ പോപ്പുലേഷൻ ആണ്. ബിക്കോസ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ തിയററ്റിക്കൽ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, which of the following statements is correct about the composition of the agricultural sector and employment in GDP in post-independence? ഇൻഡിപെൻഡൻസിന് ശേഷം GDPക്കും എംപ്ലോയ്മെൻറ്റിന് അഗ്രികൾച്ചറൽ സെക്ടർ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റും ഇന്ത്യൻ GDPയുടെ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് നോക്കാം. The proportion of employment has declined significantly but not the share of agricultural sector in GDP. Proportion of employment, അതായത് അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഡിക്ലൈൻ ചെയ്തു, എന്നാൽ ഷെയർ ഓഫ് ദി അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ GDP ഡിക്ലൈൻ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് around 50%, more than 50%, that is around 52% of Indian GDP was contributed by agriculture during the time of independence. And more than 50% of Indian people were find their employment in agriculture. എന്നാൽ ഇന്ന് നമുക്കറിയാം, now agriculture contributed around only 17% of Indian GDP. So the proportion of that is but not the share of agriculture sector എന്ന് പറയുന്നത് in GDP, that is wrong statement ആണ്. Because agriculture sector 52%, ഇന്ത്യൻ GDP 52% ഇൻഡിപെൻഡൻസ് സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 17% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ദ പ്രൊപ്പോർഷൻ ഓഫ് ബോത്ത് ദി അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ GDP ഹാസ് ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി. ഇൻക്രീസ് ചെയ്തില്ല. 52% ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് GDP കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 17% ഉള്ളൂ. ദാറ്റ് ഈസ് ഇന്ത്യ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് നിയർലി 15% ഓഫ് GDP അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. അറ്റ് പ്രസന്റ് it is contributing only 17 to 18% of GDP. So the contribution of agricultural to the Indian GDP declined drastically. So this statement is wrong. Next, the proportion of both the agricultural sector and employment in GDP has declined significantly. Proportion of both the agricultural sector and employment in GDP. The proportion of the agricultural sector in GDP has declined. Our statement is correct because the proportion of agricultural sector in GDP declined from 52% to 17 to 18% at present. അപ്പോൾ 52% ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് നമുക്ക് GDPയിൽ അഗ്രികൾച്ചറിന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 17 to 18% ഉള്ളൂ. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റാണ്.
ശരിയാണ്. എന്നാൽ എംപ്ലോയ്മെന്റ് ഇൻ GDP ഹാസ് ഡിക്ലൈൻഡ്. അത് എംപ്ലോയ്മെന്റ് GDP ഡിക്ലൈൻ ചെയ്തിട്ടില്ല. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് around 55% of Indian people find agricultural as their source of income. Agriculture as the source of employment. At present also around 48 to 55% of Indian people find agriculture as the source of employment. So the source of employment or employment agriculture as a source of employment has not declined significantly. So this statement is that the proportion of GDP contributed by the agricultural sector declined significantly. That is ശരിയാണ്. But not the employment depending on agricultural sector. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് സമയത്ത് അറൗണ്ട് 52% ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇന്ത്യൻ GDPയുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 17 to 18% മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രപ്പോർഷൻ ഓഫ് GDP contributed by the agriculture sector declined significantly എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്നാൽ എംപ്ലോയ്മെന്റ് ഡിപ്പെൻഡിങ് ഓൺ അഗ്രികൾച്ചറൽ സെക്ടർ ഡിക്ലൈൻ ചെയ്തിട്ടില്ല. ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദ എംപ്ലോയ്മെന്റ് ഡിപ്പെൻഡന്റ് ഓൺ അഗ്രികൾച്ചർ വാസ് അറൌണ്ട് 55% and at present also it is between 48 to 55%. So that percentage is not declined. So option D is the correct answer. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. That is the contribution of different sectors towards Indian GDP. That is 2015, 2016 and 2016-17 reports are given. According to this report, you can see agricultural, forestry and fishing, that is primary sector, contributed around 17.7 and 17.9 and 17.1% to Indian GDP respectively. Into the industrial sector or secondary sector including manufacturing contributed 29.8, 29.3 and 29.1% to the Indian GDP respectively, and the tertiary sector or service sector contributed around 52.5, 52.8 and 53.9% of Indian GDP respectively in these years. That is, it is clear that the service sector is the most important contributor of Indian GDP at present. But at the time of independence, agriculture sector was the most major contributor of Indian GDP. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ GDPയുടെ 52% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ ആയിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ GDPയുടെ 17.1% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഇന്ത്യൻ GDPയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടക്കുന്നത് സർവീസ് സെക്ടറാണ്. എന്നാൽ എംപ്ലോയ്മെൻറ്റിൻ്റെ അവസ്ഥ ഇൻഡിപെൻഡൻസിന് സമയത്തും അറൗണ്ട് 50% ആൾക്കാർ നമുക്ക് അഗ്രികൾച്ചറൽ സെക്ടറിലാണ് എംപ്ലോയ്മെൻറ്റ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഇന്നും അറൗണ്ട് 50% ആൾക്കാർ അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെയാണ് നമുക്ക് എംപ്ലോയ്മെൻറ്റ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എംപ്ലോയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ കോൺട്രിബ്യൂഷൻ ടു GDPയുടെ അടിസ്ഥാനത്തിൽ കാര്യമായ വ്യത്യാസം വരികയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What is empirically fitted relationship between the rate of change of money, wage and rate of unemployment known as Friedman's model, Keynesian model, Baumol hypothesis, Phillips curve? ആൻസർ ഫിലിപ്സ് കർവ് ആണ്. ബിക്കോസ് നമുക്കറിയാം അൺഎംപ്ലോയ്മെൻറ്റിനെയും അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റിനെയും വേജസിനെയും സംബന്ധിച്ച ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് ഫിലിപ്സ് കർവിലാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഫിലിപ്സ് കർവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നിരുന്നാലും ഫ്രൈഡ്മാൻസ് മോഡൽ, കെയ്നീഷ്യൻ മോഡൽ, ബോമോൾസ് ഹൈപ്പോത്തസിസ് ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രൈഡ്മാൻസ് മോഡൽ പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. Keynesian model പറയുന്നത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഷുഡ് ബി ദെയർ ഇൻ ദ എക്കണോമി ടു കൺട്രോൾ ദ എക്കണോമി. എക്കണോമി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരണമെന്നാണ് കെയ്നീഷ്യൻ മോഡൽ പറയുന്നത്. ബോമോൾ ഹൈപ്പോത്തസിസ് പറയുന്നത് പബ്ലിക് സെക്ടറിൻ്റെ എക്സ്പെൻഡിച്ചർ ഇൻ കോഴ്സ് ഓഫ് ടൈം കൂടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടർ തുടങ്ങിയവരൊക്കെയുള്ള എക്സ്പെൻഡിച്ചർ കാലക്രമേണ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ബൗമോൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. Question: Which bill was passed by the Parliament in July 2021 to help in the availability of working capital for the micro, small and medium enterprise sector? The Essential Commodities Bill, the Minerals Laws Bill, the Factoring Regulation Amendment Bill, the Insolvency and Bankruptcy Court Amendment Bill. Option: the Factoring Regulation Amendment Bill ആണ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് ക്യാപിറ്റൽ ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ലഭിക്കുന്നത് ഈസി ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബിൽ എന്ന് പറയുന്നത്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ബിൽ എന്ന് പറഞ്ഞാൽ ചില
essential commodities in the supply regulate ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലാണ് മിനറൽസ് ലോസ് ബിൽ എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്ലോറേഷൻ ഓഫ് മൈൻസ് ആൻഡ് മിനറൽസ് നടത്താൻ വേണ്ടിയിട്ടാണ് മിനറൽസ് ലോസ് ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ബില്ല് വന്നിരിക്കുന്നത് ഇൻസോൾവൻസിയും ബാങ്ക്രപ്സി പ്രൊസീജിയറൊക്കെ വളരെ ഈസി ആക്കാൻ വേണ്ടിയാണ് ആ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an example of a non-tax revenue source of the government? Fees and fines, personal income tax, corporate income tax, value added tax. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നു, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നു, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ that should be a non tax one. So fees and fines is an example for a non tax revenue. Option A is the right answer. Which of the following is not the socio-economic objective of Industrial Policy Statement 1980? Industrial Policy Statement objective അല്ലാത്തത് വർഷം നോക്കുക 1980. Okay. Higher employment generation correct ആണ്. Consumer protection against high prices and bad quality correct ആണ്. Promotion of export oriented industries correct ആണ്. Allowing the maximum foreign direct investment. അത് 1980 ഒന്നും FDI ഇല്ല. 1991 ശേഷമാണ് LPG റിഫോംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ വന്നിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. മാച്ച് ദി ഫോളോവിങ് ഐറ്റംസ്. ഗ്ലോബൽ സിസ്റ്റം ഓഫ് ട്രേഡ് പ്രിഫറൻസസ്, India Gulf Cooperation Council Free Trade Agreement, India Republic Korea Comprehensive Economic Partnership Agreement, then 7th Trade Policy Review. Corresponding year നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. Trade Policy Review. Trade Policy Review is the initiative of WTO to review the trade policies of member countries. 2021 ജനീവയിലാണ് WTO ട്രേഡ് പോളിസി റിവ്യൂ ഫോർ ഇന്ത്യ കണ്ടക്ട് ചെയ്തത്. സോ 7th ട്രേഡ് പോളിസി റിവ്യൂ ദാറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ 2021. ഓപ്ഷൻ 4A വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഗ്ലോബൽ സിസ്റ്റം ഓഫ് ട്രേഡ് പ്രിഫറൻസ് ദാറ്റ് ഈസ് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ്. ഇറ്റ് ഈസ് എ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് PTA. ഇറ്റ് വാസ് സൈൻഡ് ഇൻ 1988. ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് മുമ്പുള്ള സ്റ്റേജ് ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻ 1988. നെക്സ്റ്റ്, ഇന്ത്യ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ദിസ് ഈസ് FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. FTA was signed between India and the Gulf Cooperation Council GCC. That was in 2004. So 2C. Then India Republic of Korea Comprehensive Economic Partnership Agreement (CEPA). Comprehensive Economic Partnership Agreement (CEPA). That was signed in 2010. So 3D and 4A. So option D is the correct answer. So years എല്ലാം തന്നെ നിങ്ങൾ ഓർത്തു വെക്കണം. So you have to mug up these years for the upcoming exams. Next, the GNP is 60% higher than the last year and the rate of inflation is 9%. Production in the economy has grown by. So if rate of inflation is increased by 9% and GNP is 16%, then GNP in the increase in GNP, the increase in GNP minus increase in the rate of inflation is known as the growth in the economy. So 16% minus 9% is equal to 7% is the growth in economy in this case. So option D is the correct answer. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്